15 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഈ അടുത്തായിട്ട് മിസ്സിംഗ് കേസായിട്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ്. ഏകദേശം 4 ദിവസത്തോളം ആ കുട്ടിയെ അന്വേഷിച്ച് അവസാനമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളത് മൃതശരീരം എന്ന രീതിയിലാണ്. ഇതിൻ്റെ പിന്നിൽ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഇവർ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നതാണ്. അതായത് 42 ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവരൊക്കെ ഹംപി ഇങ്ങനെയൊക്കെ പോയി അവസാനം 7-ാം തീയതി ആകുമ്പോഴേക്കാണ് ചിക്മംഗ്ലൂരിൻ്റെ ഭാഗത്തുള്ള, അതായത് മാണിക്യധാര എന്ന് പറയുന്ന വാട്ടർഫോൾസ്, അവർ വ്യൂ പോയിന്റിലേക്ക് വന്ന് അവർ എത്തുന്നത്. ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം 5:20 ആകുമ്പോഴാണ് അവസാനമായിട്ട് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിയെ അവസാനമായിട്ട് അവർ കാണുന്നുള്ളത്. അതിനുശേഷം ആ കുട്ടിയെ കാണാതായിരിക്കുകയും പോലീസിലേക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അവർ വന്ന് 4 ദിവസത്തോളം ഡോഗ് സ്ക്വാഡും മറ്റും ഒക്കെ ആയിട്ട് അവർ അന്വേഷണം നടത്തിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ അവർക്ക് കിട്ടുന്നുള്ളത്. എവിടെയെന്ന് വെച്ചാൽ ആ വ്യൂ പോയിന്റിൽ നിന്ന് 1500 അടിയുള്ള ആ താഴെ ഭാഗത്തിൽ നിന്നാണ് മൃതശരീരമായിട്ട് അവർക്ക് ആ കുട്ടി കിട്ടുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫാമിലിയൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആദ്യം ചുവടുവെച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസത്തോളം അന്വേഷിച്ച് അതേ സ്ഥലത്ത് തന്നെ അന്വേഷിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. മാത്രമല്ല പോലീസ് വന്ന ആദ്യ സമയത്ത് ഡോഗ് സ്ക്വാഡൊക്കെ വന്നല്ലോ. ആ ഡോഗ് സ്ക്വാഡ് ആദ്യം ഒരു ഷോപ്പിൻ്റെ അരികിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ശരിക്കും അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ തുടർന്നിട്ടുള്ള പല വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി എല്ലാവരും ഒരു ധാരണയിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു മരണം തന്നെയാണ്, ആരും ഒന്നും ചെയ്തതല്ല എന്ന രീതിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. ഇതിന് അതായത് ഡ്രസ്സൊക്കെ കീറിയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. മുകളിൽ നിന്ന് വീഴുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെ കാത്തു രക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അപകടങ്ങളിൽ തൊട്ടിട്ട്. അപ്പോൾ അവസാനമായിട്ട് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന ഈ കുട്ടിയെ അതേപോലെ ആ ഒരു കുട്ടിയുടെ ഫ്രണ്ടും ചേർന്ന് ഒരു വീഡിയോ അവസാനം ഒരു ക്ലിപ്പ് ചെയ്തിട്ട്, ഏകദേശം മണിക്കൂറുകൾക്ക് ഉള്ളിലായിട്ട് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ. ആ ദൃശ്യം കാണുമ്പോൾ വളരെ സങ്കടം തോന്നിപ്പോകാറുണ്ട്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ആ ഫ്രണ്ട് വീഡിയോ എടുക്കുന്ന ആ ഒരു ക്ലിപ്പുകളൊക്കെ കാണണം നിങ്ങൾ. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇത്ര സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു ക്ലിപ്പൊക്കെ എടുക്കുന്നുള്ളത്. അതൊക്കെ മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ആ വ്യക്തി തന്നെ ഇല്ലാതെ ആവുക എന്ന് പറയുന്നത് എത്ര വിഷമകരമായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലേ. ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം. പിന്നീട് നമ്മുടെ ആ ഒരു ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ ആദ്യ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ധാരണ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ആൾക്കാരും പല രീതിയിലും കണ്ടന്റിന് വേണ്ടിയിട്ട് പല രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്, പല രീതിയിലൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ശ്രീനന്ദയുടെ ഫ്രണ്ട് എടുത്ത ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോവും? നമ്മൾ ശ്രീനന്ദയുടെ അനിയനും ശ്രീനന്ദയുടെ സുഹൃത്തുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ഇത് വീഴുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പെടുത്ത ചിത്രമാണ്. 5 മണിക്കോ മറ്റോ ആണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ആദ്യം മിസ്സിംഗ് ആയ സമയത്ത് അമ്മയും അതേപോലെ മറ്റു ഫാമിലിയും ഒക്കെ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കുട്ടി അത്ര പെട്ടെന്ന് ഇല്ലാതാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണ്, കിഡ്നാപ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്ന് കൊടുത്തതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയാണെങ്കിലോ വീഡിയോയിൽ നമുക്കൊരു കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അമ്മ പറയുന്ന ഒരു ക്ലിപ്പുണ്ട്, അതിൽ പറയുന്നുണ്ട്, അതായത് കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ് ഇത്, ഒരിക്കലും വീഴാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പും കൂടി കേൾപ്പിച്ചു തരാം. 3 രാത്രിയാവണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എൻ്റെ കുട്ടീനെ. പിന്നെ അവിടെ നിന്ന് വീണിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടീനെ ഒന്ന് കണ്ടെത്തി തരണം. 2-3 ദിവസമായി ഇവിടെ ചിക്ക്മാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവള്
ഒറ്റയ്ക്ക് മോളിക്ക് വന്നപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിഡ്നാപ്പ് തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കണം. അത് തന്നെയാണ് പറയുന്നത്. അതായത് കിഡ്നാപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൊക്കയിൽ വീണാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവസാനമായിട്ട് കിട്ടിയത് കൊക്കയിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ വിചാരിച്ച് നോക്കിയ ഒരു അമ്മയുടെ സങ്കടം എത്രത്തോളം ഉണ്ടാവുമെന്ന്. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചിട്ട് പ്രാർത്ഥിക്കുക. മാത്രമല്ല ആ അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അവസാനമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും ഇങ്ങനെയായിരുന്നു. കർണാടകയിലെ ചിക്മഗളൂരുവിൽ കൊക്കയിൽ വീണു മരിച്ച പാലക്കാട് സ്വദേശിയായ ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. സംശയകരമായ മുറിവുകൾ ശരീരത്തിൽ കണ്ടെത്താനായില്ല. വസ്ത്രം കീറിയത് മരത്തിൽ കൊളുത്തി വലിച്ചാകാമെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് കൈമാറും. ഫൈസൽ ബിൻ അഹമ്മദാണ് സ്പോട്ടിൽ നിന്ന് ചേരുന്നത്. ഫൈസൽ, പ്രാഥമിക ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ദുരൂഹതയില്ല എന്നാണ്. കൃത്യമായ വ്യക്തമായ വിവരം വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ കിട്ടേണ്ടതുണ്ട്. എപ്പോഴത്തേക്ക് റിപ്പോർട്ടാകും? ഇന്ന് തന്നെ നാട്ടിലേക്ക് മൃതദേഹവുമായി ബന്ധുക്കൾ തിരിച്ചു വരുമോ? ഓക്കെ, ഏതായിട്ടും ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ന്യൂസ് ചാനലിലൂടെ പല രീതിയിൽ കാണിക്കാൻ അതിൻ്റെ വിഷയത്തിൽ തുടർന്നിട്ട് ഇങ്ങനെ വിഷയങ്ങൾ വരുന്നുണ്ട്. അവസാനമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി കാണാനുള്ള ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതായിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നിട്ട് ഏവരും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കണ്ടന്റിന് വേണ്ടിയിട്ട് പല രീതിയിലും വിളിച്ചു പറയുന്ന പല ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ തന്നെ ബാക്കടിച്ച് പോവുക എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.